ബിൽഡറുടെ വീട്ടിൽ വൻ കവർച്ച. സ്വർണവും വെള്ളിയും വജ്രവും അടക്കം 18 കോടി രൂപ കവർന്ന നേപ്പാളി ദമ്പതികൾ. ബംഗളൂരുവിലെ ഒരു പ്രമുഖ ബിൽഡറുടെ വീട്ടിലാണ് ഈ വലിയ കവർച്ച നടന്നത്. എമലൂരുവിലെ കെമ്പപുര മെയിൻ റോഡിലുള്ള ബിൽഡറും ഡെവലപ്പറും ഒക്കെ ആയിട്ടുള്ള ഷിമന്തസ് അർജുൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാളുടെ വീട്ടിലാണ് ഞായറാഴ്ച ഈ വലിയ മോഷണം നടക്കുന്നത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന നേപ്പാൾ സ്വദേശികളായിട്ടുള്ള ദിനേശും കമലയുമാണ് ഇങ്ങനെ മോഷണം നടത്തിയത്. ഇവരെ പിടികൂടാൻ ബംഗളൂരു പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് വീട്ടുജോലിക്കാർ നടത്തുന്ന മോഷണങ്ങൾ അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കവർച്ച അത് ആദ്യമായിട്ടാണ് എന്നാണ് പോലീസ് പറയുന്നത്. മറാത്തഹള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ഷിമന്ത് ഭാര്യയ്ക്കും മകനും മാതാപിതാക്കളുമൊപ്പം ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ ഭൂമി പൂജയ്ക്കായി പോയിരുന്നു. ആ സമയത്താണ് ഇവർ ചേർന്ന് മോഷണം നടത്തിയത്. FIR-ൽ പറയുന്നത് എന്തെന്നോ, ഈ വീട്ടുകാർ പുറത്തുപോയ ശേഷം ദിനേശും കമലയും ഈ നേപ്പാളി ദമ്പതികൾ അവരുടെ സഹായികളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറുകയാണ്. മോഷണം നടത്തുന്നതിനിടെ ഉച്ചയ്ക്ക് 12:38 ഇതേ വീട്ടിലെ തന്നെ മറ്റൊരു ജോലിക്കാരിയായിട്ടുള്ള അംബിക എന്ന സ്ത്രീ അവരിത് കാണുകയാണ്. അവർ ഉടൻ തന്നെ ഷിമന്തിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഉടനടി മോഷ്ടാക്കൾ കിട്ടിയ കവർന്നെടുത്ത വസ്തുക്കളെല്ലാമായി സ്ഥലം വിട്ടു. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചാണ് വീടിന്റെ താഴത്തെ നിലയിലുള്ള അലമാര തകർത്തത്. അതിൽ നിന്ന് ഏകദേശം 10 കിലോ സ്വർണവും വജ്രാഭരണങ്ങളും മോഷ്ടിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യ നിലയിലെ കിടപ്പുമുറിയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ചില അമൂല്യ വസ്തുക്കൾ, അതിൽ 1.5 കിലോ സ്വർണമുണ്ട്, 5 കിലോ വെള്ളി ആഭരണങ്ങളുണ്ട്, ഏതാണ്ട് 11.5 ലക്ഷം രൂപയുണ്ട്. ഇതും നഷ്ടപ്പെട്ടു. ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ആകെ കൂടി ഏകദേശം 17.74 കോടി രൂപ വിലമതിക്കുന്നതാണെന്ന് പറയുന്നു. 11.5 കിലോ സ്വർണവും വജ്രാഭരണങ്ങളും 14.6 ലക്ഷം രൂപ വിലമതിക്കുന്ന 5 കിലോ വെള്ളിയും ഇതൊക്കെ വേറെയാണ്. മൊത്തം 18 കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് വീട്ടുടമസ്ഥർ പറയുന്നത്. എന്താണെങ്കിലും കവർച്ചയ്ക്ക് 20 ദിവസം മുമ്പാണ് പ്രതികൾ ഈ വീട്ടുജോലിക്കായി പ്രവേശിച്ചത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും അവർ പഠിച്ചു. അവരുടെ ചലനങ്ങളും അവരുടെ രീതികളും ദിനചര്യകളും ഒക്കെ നിരീക്ഷിച്ചാണ് ഇവർ ഇങ്ങനെയൊരു വലിയ മോഷണം ആസൂത്രണം ചെയ്യുന്നത്. നടലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനം വിട്ട് കളഞ്ഞിട്ടുണ്ടാകാം ഈ നേപ്പാളികൾ എന്നാണ് പോലീസിന്റെ നിഗമനം. നടലും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 306 പ്രകാരം ദിനേശിനും കമലയ്ക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബംഗളൂരു പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.